മ്യൂസിക് ഡയറക്ടേഴ്സ് തങ്ങളുടെ 100% നൽകിക്കൊണ്ട് മികച്ച പാട്ടുകൾ അണിനിരത്തിയ, എന്നാൽ പടത്തിന്റെ കാര്യം നോക്കിയാൽ ആവറേജിലും താഴെ നിൽക്കുന്ന രണ്ട് സിനിമകളായിരുന്നു ഒരേ വർഷം ഇറങ്ങിയ അമൃതവും ജലോത്സവവും. ഞാൻ മുൻപ് ചതിക്കാത്ത ജന്തു എന്ന സിനിമയെ പറ്റിയുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് ഒറ്റയടിക്ക് സ്വിച്ച് ഇട്ടതുപോലെ 20 വർഷം പുറകിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ മേൽപ്പറഞ്ഞ രണ്ട് സിനിമകളിലെ പാട്ടുകളൊന്ന് കേട്ടാൽ മതി. അത്രയ്ക്ക് മനോഹരമായ, കേൾക്കാൻ ഇമ്പമുള്ള, ഇന്നും ഓർത്തിരിക്കുന്ന ടൈപ്പ് പാട്ടുകളാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് എം ജയചന്ദ്രനും അൽഫോൺസ് ജോസഫും ആ സിനിമകൾക്കായി നൽകിയിട്ടുള്ളത്. ഇനി സിനിമയെ പറ്റി മാത്രം പറയുകയാണെങ്കിൽ കൂട്ടത്തിൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് അമൃതം തന്നെയാണ്. കാരണം അതിന് അറ്റ്ലീസ്റ്റ് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. പൊളിറ്റിക്സിന്റെ മോശം വശവും റിലീജിയനും പൊളിറ്റിക്സും ഫാമിലിയും ഒക്കെ കൂട്ടിക്കുഴയുന്നതും വഴിതെറ്റിപ്പോകുന്ന ചെറുപ്പക്കാരും, ഇങ്ങനെ കാര്യം അതിന്റെ ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ട്രാജിക് ആണെങ്കിലും ആ പടത്തിനകത്ത് സംഗതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഓൺ ദി അതർ ഹാൻഡ് ചില സിനിമകൾ മുന്നോട്ട് നീങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നാറില്ല, ഇവരിത് ആദ്യമേ മുഴുവൻ സ്ക്രിപ്റ്റ് ഒന്നും തയ്യാറാക്കാതെ അപ്പപ്പോൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എടുത്തിട്ടാണോ ഈ സിനിമയൊക്കെ ചെയ്യുന്നതെന്ന്. അതുപോലൊരു സിനിമയായിരുന്നു ജലോത്സവം. അമൃതം സിനിമയുടെ ചെറിയൊരു പ്ലോട്ടെങ്കിലും ഞാൻ ഓർത്തിരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ മെമ്മറിയിൽ നിൽക്കാൻ പാകത്തിന് ഒരു പ്ലോട്ട് പോലും ഇല്ലായിരുന്നു ജലോത്സവം എന്ന സിനിമയ്ക്ക്. എനിവേസ്, ഇതുപോലെ മികച്ച പാട്ടുകളുള്ള എന്നാൽ നിങ്ങൾക്ക് ബിലോ ആവറേജ് ആയി തോന്നിയ വേറെയും സിനിമകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.